കർത്താവായ യേശുക്രിസ്തുവിന്റെ അതിപരിശുദ്ധമായ നാമം മഹത്വപ്പെടട്ടെ. ഞങ്ങളെ അടുത്ത മകനുമായി ശ്രദ്ധിക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവർക്കും വേഗം വരുന്ന യേശുക്രിസ്തുവിന്റെ നാമത്തിലുള്ള സ്നേഹവന്ദനത്തെ അറിയിക്കുന്നു. ചിലർ ചിന്തിക്കാറുണ്ട്, ഈ മഴയുടെ അവസ്ഥയിലും ചില ആളുകൾ വന്ന് എന്തൊക്കെയോ വിളിച്ചു പറയുന്നു, ഇവനൊന്നും ഒരു പണിയുമില്ല എന്നൊക്കെ ചിന്തിക്കുന്ന ഒരുപാട് ആളുകളുണ്ട് ഞങ്ങളെ ശ്രദ്ധിക്കുന്ന. ഞങ്ങൾ ഒരു കാലഘട്ടത്തിൽ അങ്ങനെയൊക്കെ തന്നെ ചിന്തിച്ച ആളുകളായിരുന്നു. കവലകളിലും തെരുക്കോണുകളിൽ നിന്ന് അനേകർ ഇതുപോലെ സുവിശേഷം അറിയിക്കുമ്പോൾ ഇത് പണമുണ്ടാക്കുന്ന മാർഗമായിരിക്കും, അതുകൊണ്ടായിരിക്കും മഴയും നനഞ്ഞ് കഠിനമേറിയ വെയിലും കൊണ്ടുകൊണ്ട് ഈ യേശുക്രിസ്തുവിന്റെ വരവിനെ അറിയിക്കുന്നതെന്ന് ചിന്തിച്ച ഒരു കാലഘട്ടം ഞങ്ങളുടെ ജീവിതത്തിൽ ഉണ്ടായിട്ടുണ്ട്. എങ്കിലും ഇതുപോലുള്ള സുവിശേഷ സന്ദേശങ്ങൾ മഴയും വെയിലും നോക്കാതെ നിങ്ങളെ അറിയിക്കുവാൻ കാരണമാക്കിയിരിക്കുന്ന ഒരേ ഒരു ഘടകമാണ് വിശുദ്ധ വേദപുസ്തകം എബ്രായർക്ക് ലേഖനം 19-ാം അധ്യായത്തിന്റെ 27-ാം വാക്യത്തിൽ ഒരിക്കൽ മരണവും പിന്നീട് ന്യായവിധിയും ദൈവം മനുഷ്യൻ നിയമിച്ചു വച്ചിരിക്കുന്നതിനാൽ ഈ സുവിശേഷം എല്ലാവരും അറിയണമെന്നുള്ള ഒറ്റ ഉദ്ദേശത്തോടു കൂടി മാത്രമാണ്. ഒരു കാലഘട്ടത്തിൽ ഈ സുവിശേഷത്തെ എതിർക്കുകയും കളിയാക്കുകയും നിന്ദിക്കുകയും ചെയ്തിരുന്ന ഞങ്ങളൊക്കെ ഇന്ന് വഴിക്കോടുകൾ തിരിക്കോടിൽ നിന്ന് വിളിച്ചടിക്കുന്ന മുഖ്യമായ ഘടകം ഒരു പാപിയെങ്കിലും മാനസാന്തരപ്പെട്ടാൽ സ്വർഗം അത്യധികമായി സന്തോഷിക്കുന്നുള്ള ആ തിരുവെടുപ്പ് നിവർത്തിക്കാൻ കൂടി വേണ്ടി മാത്രമാണ്. എന്റെ പേര് അജികുമാർ എന്നാണ്. ഒരു ഹിന്ദുപ്രവൃത്തി ജനിക്കുകയും യേശുക്രിസ്തു ദൈവമല്ല എന്ന് പഠിപ്പിക്കുന്ന സംഘടനയിൽ പ്രവർത്തിക്കുകയും അതുകൊണ്ട് തന്നെ ഏറ്റവും അധികമായി സുവിശേഷത്തെ നിന്ദിക്കുന്ന കളിയാക്കി ചെയ്ത ഒരാളാണ് ഞാനും. എന്നാൽ എന്റെ ജീവിതത്തിൽ രോഗം കടന്നു വരികയും കോട്ടയം മെഡിക്കൽ കോളേജ് ഹോസ്പിറ്റലിൽ പരിശോധിച്ചപ്പോൾ അത് എയ്ഡ്സ് എന്ന മാരകമായ രോഗമാണ് എന്നും ഈ രോഗത്തിന് ലോകത്ത് മരുന്നില്ല എന്നുള്ള ഡോക്ടേഴ്സിന്റെ വാക്കുകൾ ഒരുപാട് തീർച്ചകളും വഴിപാടുകൾ ചെയ്തതിനു ശേഷം ഒന്നിനും മുടിവയ്ക്കാൻ കഴിയാതെ വന്നപ്പോൾ ഞാൻ എതിർത്തിരുന്ന, ഞാൻ കളിയാക്കുന്ന യേശുക്രിസ്തു ദൈവമാണു എന്നുണ്ടെങ്കിൽ ഒരുപക്ഷെങ്കിലും സൗഖ്യം പ്രാപിച്ചുകൊണ്ട് മടങ്ങി പോരാമെന്ന് കണ്ടുകൊണ്ട് വന്ന ഒരാളായിരുന്നു ഞാനും. എന്നാൽ 2015 18 വർഷങ്ങൾക്ക് ശേഷം എയ്ഡ്സ് എന്ന മാരകമായ രോഗത്തെ സൗഖ്യമാക്കി യേശുക്രിസ്തുവിനെ ഒരു രോഗസൗഖ്യോദാഹരണമായി യേശുക്രിസ്തു ഭൂമിയിലേക്ക് വന്നത് നിത്യജീവൻ നൽകുവാനുള്ള സത്യമായ സന്ദേശമാണ് ഞങ്ങൾ ഈ വൈകിയ സമയം നിങ്ങളുടെ മധ്യ വിളിച്ചറിയിക്കുന്നത്. അറപ്പാനും മുടിപ്പാനും കള്ളം വരുമ്പോൾ ഞാൻ വന്നിരിക്കുന്നത് സമൃദ്ധിയായി ജീവൻ നൽകുവാണെന്ന് യേശു പറഞ്ഞു. എവിടെയാണ് സമൃദ്ധിയായ ഒരു ജീവിതം? ഒരു മനുഷ്യന്റെ ആയുസ് ഏറിയാൽ 70 അല്ലെങ്കിൽ 80 വർഷക്കാലമാണ്. അതിലധികമായ കഷ്ടമാണ്. ഇന്ന് നാം കാണുകയും കേൾക്കുകയും ചെയ്യുന്ന വാർത്തകൾ ഏറ്റവും അധികമായി അനാഥാലയങ്ങളിൽ അപ്പനമ്മമാർ ഉപേക്ഷിക്കുന്ന വാർത്തകളാണ് നാം കണ്ടുകൊണ്ടിരിക്കുന്നത്. പ്രായമായി കഴിഞ്ഞാൽ അതുവരെ വളർത്തി വലുതാക്കിയ മക്കൾ തന്നെ ഉപേക്ഷിക്കുന്ന ഒരു സാഹചര്യത്തോടെ കടന്നുപോയിക്കൊണ്ടിരിക്കുമ്പോൾ സ്നേഹമില്ലാത്ത ഈ അവസ്ഥ വരുവാൻ കാരണമാക്കിയിരിക്കുന്നത് ഇന്നോ ഇന്നലെ തുടങ്ങിയ ഒന്നല്ല. മനുഷ്യൻ പാപം ചെയ്തപ്പോൾ മനുഷ്യന്റെ അകത്തുനിന്ന് സ്നേഹം നഷ്ടപ്പെടുവാൻ ഇടവന്ന് ഇന്ന് സ്നേഹമുണ്ട് എന്ന് പറഞ്ഞ് നടിച്ചുകൊണ്ട് ഒരുപാട് കുടുംബത്തിനകത്ത് ജീവിക്കുന്ന ഒരുപാട് ആളുകളുണ്ട്. സ്നേഹമില്ലായ്മ കൊണ്ട്, സ്നേഹം നഷ്ടപ്പെട്ടുകൊണ്ട്, സ്നേഹത്തെ അഭിനയിച്ചുകൊണ്ട് ജീവിക്കുമ്പോൾ സ്നേഹം നഷ്ടപ്പെട്ടു പോയത് ഈ കാണുന്ന ഈ സമയത്തല്ല, ഞങ്ങൾ വിളിച്ചു പറയുന്ന സമയത്തല്ല, ഇന്നോ ഇന്നലെ അല്ലാത്തത് കൊണ്ടും ആദ്യ മനുഷ്യനെ മനസ്സിലേക്ക് കാണിച്ച സ്നേഹവും വിശ്വാസവും ഒക്കെ നഷ്ടപ്പെട്ടു പോയ ചരിത്രമാണ് നമുക്ക് കാണുവാൻ കഴിയുന്നത്. കേൾക്കുന്ന പ്രിയപ്പെട്ടവര്, സ്നേഹമുണ്ടാകണമെന്നുണ്ടെങ്കിൽ യേശുക്രിസ്തുവിന്റെ സ്നേഹം നമ്മുടെ അകത്ത് വരണം. യേശുക്രിസ്തുവിന്റെ സ്നേഹമാണ് സകലരെ സ്നേഹിക്കുവാൻ പഠിപ്പിക്കുന്ന സന്ദേശമാണ് ഞങ്ങൾ ഇവിടെ ഉയർത്തിക്കാണിക്കുന്ന സുവിശേഷ സന്ദേശങ്ങൾ. ഒരു കാലഘട്ടത്തിൽ എതിർത്ത് നടന്നത് ഞങ്ങളുടെയൊക്കെ ജീവിതത്തിൽ, പാപത്തിലൂടെ നടന്നത് ഞങ്ങളുടെ ജീവിതത്തെ മദ്യത്തിലും മയക്കുമരുന്നിലും രസിച്ചുകൊണ്ട് സന്തോഷിച്ചുകൊണ്ട് നടന്നത് ഞങ്ങളുടെയൊക്കെ ജീവിതത്തിലേക്ക് ഇറങ്ങുന്ന സുവിശേഷമാണ്. ഈ സന്ദേശമാണ് ഞങ്ങളെ രൂപാന്തരപ്പെടുത്തിയ ഒരു കാലഘട്ടത്തിൽ ആരെയും വകവെക്കാതെ, ആരെയും അനുസരിക്കാതെ, പോലീസുകാർക്ക്, എസ്ഐസുകാർക്കും, സ്വന്തക്കാർക്കും, നാട്ടുകാർക്കും തലവേനയും മാറിയ ജീവിതത്തിൽ
ഇറങ്ങി വന്ന സന്ദേശം, രൂപാന്തരപ്പെടുത്തിയ സന്ദേശം നിങ്ങളെ മധ്യം ഞങ്ങൾ വിളിച്ചറിയിക്കുമ്പോൾ ഞങ്ങൾക്ക് പറയാൻ ഒന്നേയുള്ളൂ, മറ്റൊരുത്തരും രക്ഷയില്ല. രക്ഷിക്കപ്പെടുവാൻ ആകാശത്തിന്റെ കീഴിൽ മനുഷ്യന്റെ ഇടയിൽ നൽകപ്പെട്ട ഒരേ ഒരു നാമമേ ഉള്ളൂ. അത് ഞങ്ങൾ ഉയർത്തുന്ന കർത്താവായ യേശുക്രിസ്തുവിന്റെ നാമമാണ്. ഈ നാമത്തിന്റെ മുന്നിൽ എല്ലാ മുഴങ്കാലും അടങ്ങും, എല്ലാ നാമം പാടും, യേശു മാത്രം കർത്താവെന്ന്. നിത്യമായ ഒരു ജീവനിലേക്ക് നാം കടന്നു പോകണമെന്നുണ്ടെങ്കിൽ പാപത്തിൽ നിന്ന് മോചനം പ്രാപിക്കണം. മനുഷ്യൻ ജന്മം കൊണ്ടും കർമ്മം കൊണ്ടും പാപിയെ ഭൂമി ജീവിക്കുമ്പോൾ പാപത്തിന് പരിഹാരം ഏറ്റവും അധികമായി പണം മുടക്കുന്നവർ കാണുവാൻ കഴിയുന്നതാണ്. അന്നദാനം കൊടുക്കുന്ന, വീട് വെച്ച് കൊടുക്കുന്ന പാവപ്പെട്ട കുഞ്ഞുങ്ങൾക്ക് പുസ്തകം കൊടുത്തു കഴിഞ്ഞാൽ തനിതുപരമായി ചെയ്തിരിക്കുന്ന സകല പാപവും മാറിപ്പോയി എന്ന് വിശ്വസിക്കുന്ന ഒരുപാട് ആളുകളുണ്ട്. എന്നാൽ പാപമോചനവും വീണ്ടെടുപ്പും അത് കർത്താവായ യേശു ക്രിസ്തുവിൽ മാത്രമേ ഉള്ളൂ. അവന്റെ രക്തം സകല പാപവും പോക്കി നമ്മെ ശുദ്ധീകരിക്കുന്ന പുണ്യ രക്തമായിരിക്കുന്നതിനാൽ ആ രക്തത്തിൽ പങ്കാളിത്തം വഹിക്കാത്ത ഒരു മനുഷ്യന്റെ പാപത്തെ മാറ്റാൻ കഴിയില്ല എന്നുള്ള സത്യ സുവിശേഷമാണ് ഈ വൈകിയ സമയത്ത് കാതുകളിൽ ഒഴുകിക്കേൾക്കുന്നത്. സത്യം അറിയുകയും സത്യം നിങ്ങളെ സ്വതന്ത്രമാക്കുകയും ചെയ്യുന്നത് തിരുവെടുത്ത് പറയുമ്പോൾ എന്താണ് സത്യമെന്നറിയാതെ, ആരാണ് സത്യമെന്നറിയാതെ, ആരാണ് ദൈവമെന്നറിയാതെ മനുഷ്യൻ ഓടിക്കൊണ്ടിരിക്കുമ്പോൾ അവരുടെ ഇടയിലേക്ക് ഇറങ്ങി ഒരിക്കൽ യേശുവിനെ പറഞ്ഞു, ഞാൻ തന്നെ വഴിയും സത്യവും ജീവനുമാകുന്നു എന്ന്. ഞാൻ മുഖാന്തരമല്ലാതെ ആർക്കും പിതാവിന്റെ പോകാൻ കഴിയില്ലെന്ന് യേശു തന്റെ വാമൊഴിയാൽ പറയുവാനിടവന്ന് ഇന്ന് പിതാവിന്റെ നേരിട്ട് ചെന്ന് കയറുവാൻ കഴിയുമെന്ന് വിശ്വസിച്ചുകൊണ്ട് ഒരുപാട് ആളുകൾ ജീവിക്കുന്നുണ്ട്. എന്നെ കേൾക്കുന്ന പ്രിയപ്പെട്ടവരെ, യേശു ക്രിസ്തുവിന്റെ രക്തത്തിൽ നമ്മുടെ പാപത്തെ കഴുകിക്കളയാതെ ഒരു മനുഷ്യനും ശുദ്ധീകരിക്കപ്പെടുന്നില്ല. ഒരിക്കൽ വചനം ഇങ്ങനെ വ്യക്തമായി ചോദിക്കുന്നു, ഒരു മനുഷ്യന്റെ ജീവിതത്തിൽ സകല ലോകവും നേടിയാലും തന്റെ ആത്മാവിനെ നഷ്ടപ്പെടുത്തിയാൽ എന്താണ് പ്രയോജനമെന്ന്. ഈ ഭൂമിയിലായിരിക്കുമ്പോൾ എല്ലാ മനുഷ്യനും ഒരു ആത്മാവിന് ജീവിതമുണ്ട് എന്നുള്ളത്, ആത്മാവിന് മരണമില്ല എന്ന് എല്ലാ മതങ്ങൾ പഠിപ്പിക്കുമ്പോൾ ഈ ആത്മാവ് മരിച്ചു കഴിയുമ്പോൾ അല്ലെങ്കിൽ ജീവനോട് നിന്ന് നഷ്ടപ്പെട്ട് കഴിയുമ്പോൾ എവിടെയാണ് ഇന്ന് വസിക്കുക എന്ന് വിശുദ്ധ വേദപുസ്തകം മാത്രമാണ് വ്യക്തമായി പറയുന്നത്. അതുകൊണ്ടാണ് വെളിപ്പാട് പുസ്തകം 20-ാം അധ്യായത്തിൽ 15-ാം വാക്യത്തിൽ ജീവന്റെ പുസ്തകത്തിൽ പേരില്ലാത്ത ഏവനെയും തീപ്പൊയ്യിൽ തള്ളിയിടപ്പെടുമെന്ന് പറയുന്നത്. ജീവന്റെ പുസ്തകത്തിൽ പേരില്ലാത്ത സകല മനുഷ്യനെയും രണ്ടാം മരണമായ തീപ്പൊയിലേക്ക് നിർത്താൻ പോലെ ആ തീപ്പൊയിലേക്ക് ഒരാളുകൾ ചെന്നെത്തൽ എന്നുള്ള ദൈവികമായ ആഗ്രഹത്തെ കണ്ടുകൊണ്ടാണ് ഇതുപോലുള്ള പരസ്യ ശുശ്രൂഷകൾ ഓരോ വീടിന്റെ വാക്യം വന്നിൽ നിന്ന് വിളിച്ചറിയിക്കാൻ കാരണമാക്കിയിരിക്കുന്നത്. ഒരു മനുഷ്യന്റെ ജീവന്റെ വില മുഴുവൻ ലോകത്തെക്കാൾ വലുതാണ്. അതുകൊണ്ട് വേദപുസ്തകം വ്യക്തമായി പറയുന്നു, ഞാൻ വാതിൽക്കൽ നിന്ന് പൊട്ടുന്നു, ആരെങ്കിലും എന്റെ ശബ്ദം കേട്ട് വാതിൽ തുറന്നാൽ ഞാൻ അവരുടെ അവരുടെ കൂടെയും അവരുടെ കൂടെ എത്ര കഴിക്കുമെന്നുള്ളത് ഈ കേൾക്കുന്ന സന്ദേശം ദൈവികമായ സന്ദേശമാണ് എന്ന് ഏറ്റെടുത്തുകൊണ്ട് മാനുഷികമായ ചരിത്രപരമായി ദൈവികമായ സന്ദേശമാണ്, നിത്യയുടെ സന്ദേശമാണ്, ജീവനിലേക്കുള്ള സന്ദേശമാണെന്ന് ആരേറ്റെടുക്കുന്നുണ്ടോ അവരെ വിടിവിക്കുവാൻ ദൈവത്തിന്റെ സന്ദേശം നിങ്ങളെ രൂപാന്തരപ്പെടുത്തുവാൻ നിങ്ങളുടെ മധ്യ വന്ന് നിൽക്കുന്നുണ്ട്. അതുകൊണ്ട് ഈ സന്ദേശം ഏറ്റെടുക്കുവാൻ തക്കവണ്ണം നിങ്ങളുടെ ഹൃദയങ്ങൾ ഒരുക്കമുള്ളതാക്കുവാൻ ഞങ്ങൾ ഒരു സമയം ആഗ്രഹിക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്യുകയാണ്. എന്നെ കേൾക്കുന്ന പ്രിയപ്പെട്ടവരെ, നാം പോലും അറിയാതെ നമ്മുടെ ജീവിതത്തിൽ പാപം കടന്നു വരുവാൻ കാരണമാക്കിയത് ആദ്യ മനുഷ്യനായ ആദാം മനസ്സിലേക്ക് കാണിച്ച നിമിത്തമാണ്. പാപവും മരണവും ഭൂമിയിൽ വരുവാൻ കാരണമായതും എന്നാലും മനുഷ്യനെ വീണ്ടെടുക്കുവാൻ ദൈവ കൽപ്പനകളെ പ്രമാണം യാഗങ്ങളും നൽകിയെങ്കിലും മനുഷ്യൻ പിന്നെയും ദൈവത്തിൽ അകന്നു പോകണമെന്ന് ദൈവത്തിന്റെ ശബ്ദത്തിൽ വിളിച്ചിരിക്കുന്ന മനുഷ്യൻ തേടി പിന്നെയും 2000 വർഷത്തിന് മുമ്പ് ഈ താണഭൂമിയിലേക്ക് സ്വർഗത്തിൽ സകല മഹിമയും പിടിഞ്ഞിറങ്ങി വരികയും എന്റെ നിങ്ങളുടെ ശാപത്തെ പാപത്തെ മരണത്തെ വഹിച്ചുകൊണ്ട് കാൽവരി യാഗമാകുകയും കണ്ണിനെ ബന്ധിച്ചുകൊണ്ട് 3 നാൾ പുറത്തു വന്ന് ഞാൻ വീണ്ടും മടങ്ങി വരുന്ന പറഞ്ഞു വരിക്കുന്ന യേശുക്രിസ്തുവിന്റെ മരണത്തിന് ആസന്ന വേളയിൽ എല്ലാവരും സുവിശേഷം അറിയണമെന്നുള്ള ദൈവത്തിന്റെ കൽപ്പനയും സുവിശേഷം അറിയിക്കണമെന്നുള്ള നിർബന്ധവുമാണ് ഈ സന്ദേശം ഇവിടെ എത്തുവാൻ കാരണമാക്കിയിരിക്കുന്നത്. എന്താണ് സുവിശേഷം? സുവിശേഷം എന്നാൽ മതം മാറ്റുന്ന പ്രചരണമെന്നും മനുഷ്യന് പണമുണ്ടാക്കുന്ന മാർഗമെന്ന് പറഞ്ഞുകൊണ്ട് ഇതിനെ കളിയാക്കാൻ നിന്ദിക്കുക ചെയ്യുമ്പോൾ സുവിശേഷം എന്താണ്? ഒരു വ്യക്തിയാണ്, അത് കർത്താവായ യേശുക്രിസ്തുവാണ്. ധന്യനായ പൗലോസ് ഇങ്ങനെ പറയുന്നു, ദാവീദിന്റെ സന്തതിയായി ജനിച്ച് മരിച്ചു അടക്കപ്പെട്ട് ഉയർത്തെടുക്കുന്ന യേശുക്രിസ്തുവിനെ ഉയർത്തുകയും അതാകുന്ന സുവിശേഷമെന്ന്. ഈ സുവിശേഷം ആരെല്ലാം കേട്ടിട്ടുണ്ടോ? എവിടെയെല്ലാം സുവിശേഷം എത്തിയിട്ടുണ്ടോ അവിടെയെല്ലാം വെളിച്ചമുണ്ട്. ഞാൻ കിട്ടില്ലായിരുന്ന ജീവിതത്തിൽ ഈ സന്ദേശമാണ് ഞങ്ങൾ രൂപാന്തരപ്പെടുത്തുവാൻ കാരണമാക്കിയത്. ഈ സുവിശേഷമാണ് ഞങ്ങളെ മനുഷ്യനാക്കി മാറ്റിയത്. ഞാൻ ആർക്കും വേണ്ടാതിരുന്ന ആരും വെറുക്കപ്പെട്ട ജീവിച്ച ഞങ്ങളുടെ ജീവിതത്തിലേക്ക് സന്ദേശമാണ് ഞങ്ങളെ ഇവിടെ എത്തിക്കുവാൻ കാരണമാക്കിയിരിക്കുന്നത്. ആയതിനാൽ മടങ്ങി വരുക, യേശു നിങ്ങളെ സ്നേഹിക്കുന്നതുകൊണ്ട് മാത്രമാണ് ഈ മഴയുടെ അവസ്ഥയിലും ഈ സുവിശേഷ സന്ദേശം ഈ വൈകിയ സമയം നിങ്ങളെ കാതുകളെത്തുവാൻ കാരണമാക്കിയിരിക്കുന്നത്. പാപത്തിൽ നിന്ന് മോചനം പ്രാപിക്കണം, പാപത്തെ മറ്റുമൊന്നും കൊടുക്കേണ്ട ആവശ്യമില്ല, എവിടെയും അറിയേണ്ട ആവശ്യമില്ല. ആയിരിക്കുന്ന സ്ഥലത്ത് കൊണ്ട് ഞാനൊരു പാപിയായ മനുഷ്യനാണെന്ന് തോന്നുകയാണെന്നുണ്ടെങ്കിൽ, നിങ്ങളൊരു പാപിയായ മനുഷ്യനാണെന്ന് തോന്നുകയാണെന്നുണ്ടെങ്കിൽ, നിങ്ങളുടെ പാപത്തെ കടിച്ചു വെപ്പാണെങ്കിലും അതിന് ഹിമം പോലെ വിളിപ്പിക്കുന്ന നല്ല കർത്താവുണ്ട്. ആ യേശുവിനെയാണ് ഞങ്ങൾ നിങ്ങളുടെ മധ്യേ വിളിച്ചറിയിക്കുന്നത്. അതുകൊണ്ട് എനിക്ക് എന്നെ ശ്രമിക്കുന്ന എല്ലാവരും ഒന്നേ പറയാനുള്ള മാനസാന്തരപ്പെടുക. സുവിശേഷത്തിൽ വിശ്വസിക്കുന്ന നീയും നിന്റെ കുടുംബവും രക്ഷ പ്രാപിക്കുമെന്നുള്ള
ഒറ്റ വചനത്തെ അയച്ചുകൊണ്ട് എന്നെ